4 മണിക്ക് എണീറ്റ് കുളിച്ചൊരുങ്ങി 5 മണിക്ക് മാത്തമാറ്റിക്സ് വിഷയത്തിൽ പഠിക്കാൻ പോകും. അങ്ങനെ 5 മണി തൊട്ട് 6 മണി വരെ പഠിക്കും. 6 മണി തൊട്ട് 8 മണി വരെ രാമേശ്വരം തെരുവീതികളിലെ പത്രക്കെട്ടുകൾ വിതരണം ചെയ്യും. 8 മണി തൊട്ട് 9 മണി വരെ മദ്രസ പഠനത്തിന് പോകും. 9 മണി തൊട്ട് സ്കൂളിലേക്ക് പോകും. പ്രിയപ്പെട്ട മക്കളെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈനംദിന ജീവിതത്തിന് അതിന്റെ അർത്ഥാവലി ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച് ജീവിതം മനസ്സിലാക്കി മുന്നോട്ട് പോയ ഒരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഒരു സാധാരണ ഒരു ഗ്രാമ പയ്യനിൽ നിന്നും ലോകം അറിയപ്പെട്ട വ്യക്തിയായി മാറണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പഠിച്ച ശിക്ഷണങ്ങളെ അദ്ദേഹം പ്രയോഗവൽക്കരിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. അർജുനന്റെ അമ്പുകൾ കൊണ്ട് അർജുൻ യൂസ് ചെയ്യാനുള്ള ശേഷി വ്യത്യസ്തർക്ക് പ്രയോഗിക്കാൻ കഴിയുന്നതാണ് അദ്ദേഹം അതിനായി. അങ്ങനെ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഗുരു പക്ഷികൾ പറക്കുന്നതിന്റെ ശാസ്ത്രീയതയെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു പക്ഷി പറക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ വാലിന്റെ ദിശ എങ്ങനെയാണ് പറക്കുന്ന സമയത്ത്, അതിന്റെ ചിറകുകൾ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നത്, അതിന്റെ ചുണ്ടുകൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്, അതിന്റെ എഞ്ചിൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു തന്നെ പഠിപ്പിച്ചു, പക്ഷിയുടെ എഞ്ചിൻ എവിടെ, ചിറകിലാണ്. പക്ഷിയുടെ എഞ്ചിൻ എവിടെ? പല അർത്ഥത്തിൽ നമ്മുടെ മക്കൾ മറുപടി പറയും. പക്ഷേ APTയുടെ ആ ഗുരുനാഥൻ പറഞ്ഞ വാക്ക് പക്ഷിയുടെ എഞ്ചിനാ, എഞ്ചിൻ പക്ഷിയുടെ ജീവനാണ്. ജീവനില്ലെങ്കിൽ പക്ഷിക്ക് പറക്കാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. അനുഭവവേദ്യമായി പഠിക്കാൻ താല്പര്യമുള്ള മക്കൾക്ക് APTയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുക. ആ പുസ്തകത്തിന് ഗുരു പറയുന്ന സംഭവം APT വിവരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് APT ഈ ഗുരു ചോദിച്ചപ്പോൾ APT പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ ഗുരുനാഥൻ ക്ലാസ്സിനോട് പറഞ്ഞു, എങ്കിൽ നാളത്തെ ക്ലാസ് രാമേശ്വരൻ കടപ്പുറത്താണ്. എല്ലാ കുഞ്ഞുങ്ങളുമായി രാമേശ്വരൻ കടപ്പുറത്തേക്ക് പോകുന്നു. പക്ഷികളെ നേരിട്ട് കണ്ട് പക്ഷിയുടെ വാലിന്റെ പറക്കലിൽ പക്ഷിയുടെ വാലിന്റെ ദിശ മനസ്സിലാക്കി, ചിറകുകളുടെ രൂപഭംഗി അല്ലെങ്കിൽ അതിന്റെ ആകൃതി അല്ലെങ്കിൽ ഉപയോഗം പറക്കലിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു മനസ്സിലാക്കി, ചുണ്ടുകൾ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് മനസ്സിലാക്കി, ആ കണ്ടതിനെ നേരിട്ട് ബോധ്യപ്പെടാനുള്ള ശ്രമം ആ അധ്യാപകൻ സൃഷ്ടിച്ചപ്പോൾ APT എന്ന് പറയുന്ന വലിയൊരു പ്രതിഭാശാലി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ അഗ്രഗണിയിലുള്ള അജയ്യനായ ഒരു വ്യക്തിയെ ലോകത്ത് സംഭാവന ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വിഷയങ്ങൾ എടുക്കുമ്പോഴും ചില വിഷയങ്ങൾ ഗ്രഹിക്കില്ല, ചില വിഷയങ്ങൾ കേട്ടാലും ബുദ്ധി കേട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ടെക്നോളജി പഠിക്കുകയില്ല. പരീക്ഷാ പേടിയെ കുറിച്ച് ക്ലാസ് എടുക്കണമെന്ന് നിങ്ങൾ അധ്യാപകർ ആവശ്യപ്പെടുമ്പോൾ സാധാരണ നിലയിൽ ഞങ്ങൾ പറയാറുള്ളത്, ഇപ്പോഴത്തെ മക്കൾക്ക് പരീക്ഷാ പേടിയില്ല. കാരണം 10 മണിക്കാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 9:45 സാറേ പരീക്ഷ ഹാളിൽ കയറുന്നത്, അതോ 9:30 പരീക്ഷ ഹാളിൽ കയറുന്നത്? 9 മണിക്ക് നിങ്ങളുടെ ക്യാമ്പസിൽ വരണം. 9:15 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കി അലോട്ട് ചെയ്ത ചിലത് മോഡൽ പരീക്ഷയുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചില വ്യത്യാസങ്ങൾ കാണാം. 9:15 നിങ്ങളുടെ സീറ്റിംഗ് കണ്ടുപിടിക്കണം. 9:25 ആവുമ്പോൾ ലോങ് ബെൽ അടിക്കും. 9:30 ആവുമ്പോൾ നിങ്ങൾക്ക് ഫേസിംഗ് ഷീറ്റ് കയ്യിൽ തരും. ഫേസിംഗ് ഷീറ്റ് കയ്യിൽ തരുമ്പോൾ ചില മക്കൾക്ക് യൂസ്ഫസിന് പകരം ഡിസ്ഫസ് വരും. രജിസ്റ്റർ നമ്പർ ഫിഗറിലും ബോർഡ്സിലും എഴുതാനുള്ളത് ഫിഗറിലുള്ളവർക്ക് ബോർഡ്സിൽ എഴുതുകയും വേഴ്സുകളുള്ളവർക്ക് ഫിഗറിൽ എഴുതിയിരിക്കണം. ഭയം കൂടിയിട്ട് അറിയാവുന്ന വേർഡ് പോലും 9, 7 തെറ്റിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റിൽ തെറ്റ് സംഭവിച്ചാൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നിങ്ങളെ കേൾക്കുന്ന ഒരു ആളാണ് നിൽക്കുന്നുണ്ട്. ആരാണ്?
നിങ്ങളുടെ ഇൻഡിവിജ്വൽ ടീച്ചർ, വേറൊരു സ്കൂളിലെ ടീച്ചർ, ആ ടീച്ചറോട് പറയാം, ടീച്ചർ ഒന്നുകിൽ ടീച്ചർ അതവിടെ ഇനിഷ്യൽ ചെയ്ത് വിഷയം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അനാവശ്യ സ്ട്രെസ്സിന് അവിടെ ആവശ്യമുണ്ടോ? ഒരിക്കലും. ഈ അനാവശ്യ സ്ട്രെസ്സിലേക്ക് നിങ്ങൾ പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് പാർട്ടിലേക്ക് നിങ്ങളുടെ മനസ്സ് പോയാൽ, മനസ്സിലായോ? പരീക്ഷ എടുക്കുന്ന സമയത്ത് ഒട്ടും അറിയാത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ മനസ്സ് പോയാൽ, where focus goes, energy flows. റോസാപ്പൂ ഉണ്ട് വീട്ടിലല്ലേ? ഇല്ല, കഷ്ടമായി പോയി. വളരെ മനോഹരമായ ഒരു പൂവാണ് റോസ. കൂടുതൽ ഉള്ളു. പക്ഷെ അറിഞ്ഞ ആ ചെടിയെ ആരെങ്കിലും റോസാ ചെടിയെന്നോ മുൾച്ചെടിയെന്ന് വിളിക്കാറുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാ? നമ്മളുടെ ശ്രദ്ധ എന്തിനാ? പൂവില. മനസ്സിലാവുന്നില്ല? നമ്മളുടെ ശ്രദ്ധ പൂവിലായിട്ട് നമ്മൾ അതിനെ നിങ്ങൾക്ക് അറിയാവുന്ന വളരെ കോൺഫിഡന്റ് ആയി അപ്പീൽ ചെയ്യാൻ പാകത്തിലുള്ള ഭാഗങ്ങളിലേക്ക് ഓവർ ശ്രദ്ധ കൊടുത്തു നിങ്ങളുടെ ഫിയറിനെ റെഡ്യൂസ് ചെയ്താൽ അപ്രതീക്ഷിതമായ പെർഫോമൻസ് ക്ലാസ് റൂമിൽ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് ഈ അധ്യാപകർ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശീലനം സിദ്ധിച്ചതിനെ കൃത്യസമയത്ത് ഉപയോഗപ്പെടുത്താനുള്ളതാണ് ഒരു യോദ്ധാവിന്റെ കർത്തവ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുരു ദ്രോണാചാര്യർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും അമ്പയത്തിന് പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. ശിഷ്യരുടെ കഴിവ് പരീക്ഷിക്കാൻ വേണ്ടി ഗുരു ഒരു സംഭവം ഉണ്ടാക്കി. ഒരു ദിവസം ഗുരു കുളത്തിൽ കുളിക്കാനിറങ്ങി. ഒരു മുതല